ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എത്രയും പെട്ടെന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരുത്താൻ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നിലവിൽ യോഗി ആദിത്യനാഥ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാന നിമിഷത്തിലേക്കാണ് യോഗി ആദിത്യനാഥ് കടന്നു പോകുന്നത്. ജനുവരി 22-ന് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കവേ അതിന് മുൻപ് തന്നെ യോഗി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുകയാണ്. ഇപ്പോൾ NPR നടപടിക്രമങ്ങളും ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് UPയിൽ. എന്നാൽ യോഗിയുടെ ഈ ശ്രമങ്ങൾക്ക് വിലങ്ങ് വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേ ചെയ്യണം. NPR UPയിൽ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ പറയുന്നുള്ളത്. ആദ്യം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് മുസ്ലിം ലീഗിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ മതേതരത്വ രാഷ്ട്രീയത്തിലെ നിർണായക ഇടപെടൽ തന്നെയായിരുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ച ഒരു രീതി. എന്നാൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ കിരാത ആക്രമണങ്ങൾ, അത് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വങ്ങൾ ഉത്തർപ്രദേശിൽ പോയി സന്ദർശിക്കുകയും അവിടെ വെച്ച് അവരുടെ തോന്നിയവാസങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുകയും തുടർന്നാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വം യോഗിയുടെ ഈ കിരാത തേർവാഴ്ചക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറായത്. യോഗി ആദിത്യനാഥ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആദ്യ പടികൾ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവസാന പടിയിൽ നിൽക്കുമ്പോൾ എല്ലാം എൻ്റെ സംസ്ഥാനത്ത് നിന്ന് തന്നെയാവണമെന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വരുമ്പോൾ യോഗിയെ നേരിടാൻ മുസ്ലിം ലീഗ് തയ്യാറായത് തന്നെ കൈയടിക്കേണ്ട ഒരു ആർജവമുള്ള ശക്തമായ ഒരു നിലപാട് തന്നെയാണ്. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയവുമായി ചെന്നെത്തിയ മുസ്ലിം ലീഗിന്റെ ദേശീയ തലത്തിലുള്ള ഇടപെടൽ ഉത്തർപ്രദേശിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.